ഒരിക്കൽ പ്രളയത്തിൻ്റെ ഭീകരത അനുഭവിച്ചാണ് നമ്മൾ, ഒന്നല്ല പലവട്ടം. ആ പ്രളയത്തിൻ്റെ ഭീകരത ഇന്ന് അനുഭവിക്കുന്ന തൊട്ട അയൽരാജ്യമായ ചൈനയാണ്. കാണാത്തവർക്ക് കുറച്ച് ഭാഗങ്ങളിലെ വീഡിയോ ആണിത്. വലിയ കെട്ടിടങ്ങളുടെ പിന്നിൽ വെള്ളം നിറഞ്ഞ് ഉള്ളിൽ കൂടി കയറി പുറത്തോട്ട് ഒഴുകുന്ന രംഗമായത്. ഇതിൽ കൗതുകകരമായി തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇത് ഡ്രോൺ ഉപയോഗിച്ചാണ് ആളുകളെ രക്ഷപ്പെടുന്നത്. ഏകദേശം 100 കിലോ വരെയുള്ള ആളുകളെ എടുക്കാൻ വേണ്ടിയുള്ള ഡ്രോണുകൾ ഇപ്പോൾ ചൈനയിലുണ്ട്. ഇത് 4-5 എണ്ണം നമ്മൾ അത്യാവശ്യമായിട്ട് കേരളത്തിൽ മേടിക്കണമെന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. നമുക്കറിയാം, ചൈന സാമ്പത്തികമായിട്ട് വൻ മുന്നേറ്റം നേടിയ ഒരു രാജ്യമാണിപ്പോൾ. ആ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇതുപോലെ മഴ പെയ്യുന്നൊരു സംസ്ഥാനത്തിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. അതായത് മുൻകരുതൽ എടുക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തന്നെ. വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷവും 1 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസവും കണ്ട് നമ്മൾ ആ മനുഷ്യരുടെ കണ്ണീരും കയ്യും എത്ര കണ്ട് അവരൊക്കെ ഇന്നും ദുരിതത്തിലാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടൊരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത്. പ്രളയ ദുരന്തങ്ങളിൽ നമ്മുടെ ആളുകൾ എങ്ങനെയായിരുന്നോ ട്രീറ്റ് ചെയ്ത്, അതുപോലെ കുപ്പിവെള്ളവും ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പല സ്ഥലത്തുനിന്ന് എത്തിച്ചേരുന്നതിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഇത് അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് മാത്രമേ നമുക്കിവിടെ ഇരുന്ന് പറയാൻ കഴിയുള്ളൂ.